എക്സ്ക്യൂസ് മീ. അതെ സാർ. അതെ സാർ. വരൂ ഇരിക്കും സാറേ. എന്തായാലും സാറേ? അതെ, നമ്മുടെ ഈ ഇവിടുത്തെ ഡബിൾ സ്കീമിലെ ഞാനൊരു 4 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ 4 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ. ഇപ്പൊ അത് ഒരു 2 വർഷം ആയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പൊ നമുക്കൊരു വീടിന്റെ ഒരു കച്ചവടം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒരു 8 രൂപ കൊടുത്ത് ആ വീട് വാങ്ങിയാല് നമുക്കൊരു 15 ലക്ഷം രൂപക്ക് മറിച്ച് വെക്കാൻ പറ്റും. ഓക്കെ സാറേ. അപ്പൊ നമുക്ക് ഇന്നത് വിഡ്രോ ചെയ്യാൻ കഴിയണോ? ഓക്കെ ഓക്കെ. അതിനെന്താ സാറിനൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. നമ്പർ 6870 അല്ലേ? 6870 അല്ലേ? ഞാനിവിടെ വന്നേ. ഞാൻ നേരത്തെ വന്നു. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇന്ന് തന്നെ പിൻവലിക്കാന്നാ പറയണ. ഇല്ല പൈസ ഇരട്ടിച്ചിട്ടുണ്ട്. 2.5 കൊടുത്തു. ഫോണിൽ പറഞ്ഞ. സാറേ പ്യാരിജാതൻ എന്നല്ലേ? പ്യാരിജാതൻ. അതെ അതെ, പാരിജാതൻ. സാറേ ഇപ്പോ സാറൊരു 4 lakhs ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 8 lakhs ആയിട്ടുണ്ട്. അതായത് 4 ലക്ഷം രൂപ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സാറ് എടുക്കുമ്പോ 8 ലക്ഷം രൂപ സാറിന് ഇപ്പോ എടുക്കാൻ പറ്റും. അപ്പൊ സാറ് ഇപ്പൊ ഇന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ടോ ക്യാഷ്? ഇന്ന് കിട്ടിയ ഉപകാരം. അതല്ല ഞാൻ ചോദിച്ചത് എന്താണെങ്കിലും സാറിന്റെ ബാങ്കിലേക്ക് ഇവിടുന്ന് തന്നെ നേരെ ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ അതല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എടുക്കണോ? എന്താ വേണ്ടേ? ഞാൻ ബാഗ് കൊണ്ടുവന്നാലും അക്കൗണ്ടിലോട്ട് ഇട്ടാലും മതി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് നമ്പർ ആ പേപ്പറൊക്കെ കൊണ്ടുവന്നോ സാറേ? ഓക്കെ. അല്ല അത് സാറേ പിന്നെ നമുക്കൊരു 5 ഇവിടെ നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് വരും കേട്ടോ. 5 ലക്ഷമോ? അല്ലല്ല 5000. 5000 രൂപ. നോ പ്രോബ്ലം. ടോട്ടൽ വർക്കിന്. സാർ അപ്പൊ ഞാൻ എന്നാല് അതിലേക്ക് തന്നെ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാം. സാറ് വേണമെങ്കിൽ ഗസ്റ്റ് റൂമിൽ ഇരുന്നോളൂ കേട്ടോ. പിന്നെ സാറ് ഇത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ക്യാഷ് സാറിന്റെ ബാങ്കിലേക്ക് വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സാർ ഇവിടുന്ന് പോയോ. സന്തോഷം. സോറി പറയല്ല സാറേ, ഒന്നും പറയല്ല സാറേ. ഇത് എന്റെ പൈസ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യണം. അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല സാറേ. നമുക്ക് അതിന്റെ കുറച്ച് പ്രൊസീജിയറൊക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് കേട്ടോ സാറേ. ഒരു 5 minutes കേട്ടോ. ഞാൻ ഗസ്റ്റ് ഹൗസ് പോണം. എന്ത് സാറേ? അല്ല ഇവിടെ ഇരുന്നാ മതി. അതെ സാറ് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് സാറിന് പോ കേട്ടോ. നമ്മളെ ആള്. അതെ. എങ്ങനെ മരം അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്? ഇഷ്ടപ്പെട്ടെങ്കിൽ കൊണ്ടേക്കോളൂ, അത് കുഴപ്പമില്ല. ഇതിനൊരു ആവശ്യം വന്നപ്പോ അങ്ങനെ കൊടുക്കണമെന്ന് മാത്രം. ഒരു വില പറ. വിലയൊക്കെ സുമേഷ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വില ഞാൻ പറഞ്ഞിട്ടുണ്ട്. 25 ഉറുപ്പ്യ. അതില് കുറഞ്ഞിപ്പോ എങ്ങനെ കൊടുക്കണേ? 25 അത് വലിയ വിലയായി. അല്ല 25 ഉറുപ്പ്യ പറഞ്ഞതല്ലേ സുമേഷ്? 25 ഉറുപ്പ്യ എടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സംഗതി വീട്. എന്നാ പിന്നെ നിങ്ങളൊരു വില പറ. അല്ല അപ്പൊ ഞാൻ എന്താ പറയാ? ഞാൻ ഒരു 15 ഉറുപ്പ്യ അങ്ങോട്ട് തരും. പക്ഷെ അതൊന്നും നടക്കണ കാര്യമില്ല. അതൊന്നും നടക്കില്ല. ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഒരു 17 രൂപ കൊടുക്കും. അല്ല 20 ഉറുപ്പ്യ വേണം. 20 ഉറുപ്പ്യ ഇല്ലാണ്ട് എങ്ങനെ ശരിയാവും? സുഗതോ? അല്ല അത് ഇയാൾ പറഞ്ഞോണ്ട് ഞാൻ നമുക്കൊരു വേണ്ടപ്പെട്ട പാർട്ടിയാണേ. 25 പറഞ്ഞപ്പോ സുമേഷ് ഏട്ടൻ ഇടപെട്ട അത്ര ഇഷ്ടം. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് 20-ന് തരാം. അത് അത്രയേ ഉള്ളൂ. ആ മരം അത്രയേ ഉള്ളൂ. എന്തേലും ആവട്ടെ, അങ്ങനെ ഒരു ആവശ്യം വന്നോണ്ടാണ്. അല്ലേ 17 അങ്ങനെ ചെയ്യാ. എന്താ സുമേഷ് ഏട്ടാ നല്ലൊരു കച്ചവടം രാവിലെ നടക്കട്ടെ. അത് ശരി. അപ്പൊ 20 ഉറുപ്പ്യ കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അല്ല അത് എനിക്ക് വേറെന്തല്ലോ അതിനെന്തെല്ലാം പണിയുണ്ട് ഇപ്പനി അല്ലേ? ശരി എന്നാ എന്തായിന് പിന്നെ ഞാൻ പോട്ടാ. അത് നാളെ മുടിക്കണം. നാളെ നല്ല ദിവസമല്ല, മറ്റന്നാൾ മുടിക്കാം കേട്ടോ. മറ്റന്നാളെ വരൂ. ആയിക്കോട്ടെ ശരി. നമ്മുടെ ഇങ്ങോട്ട് വന്നേരി. എന്തെന്നാ കാര്യം സാധിച്ചപ്പോ എന്തെന്നാ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചതാണ് ഞാൻ. ഇതിന്ന് ഇനി കമ്മീഷനാ? എന്റെ സുമേഷ് ഏട്ടാ ലാസ്റ്റ് 20 ഉറുപ്പിക്കെങ്കിലും മുറിക്കാൻ പറഞ്ഞല്ലേ? ഇപ്പൊ 17-ല് കൊടുത്ത് എനിക്ക് കാശ് എത്ര നഷ്ടാ? ഈ മരോ? ഈ പൂതല് പിടിച്ച മരോ? പൂതലാ? എടോ അയാൾക്ക് വട്ടാണ്.
അയാളെ പറഞ്ഞ് ഞാൻ ഒപ്പിച്ചെടുത്തതാണ്. വേലത്തരം കയ്യിലിരിക്കട്ടെ, എൻ്റെ കാശ് എനിക്ക് തരണേ. അതാ എന്ത്? എനിക്ക് വേണ്ട. വേണ്ടേ? എനിക്ക് 2000 രൂപയെങ്കിലും എനിക്ക് കിട്ടണം. 2000 ഉറുപ്പ്യ? അതെ, ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ. എന്ത്? മതി മതി, അത് അല്ല കാശും കിട്ടുക. അത് മതിയെന്ന്. ഇനി ബാക്കി ഇപ്പൊ അയാളുടെ ഒന്നും കിട്ടുമല്ലോ. ആരെയെന്ന്? അയാളൊരു പൊട്ടറാന്നല്ലേ പറഞ്ഞേ. മേടിച്ചോ. അത് ഞാൻ മേടിച്ചോളാം, എൻ്റെ കാശും കിട്ടുക. അതെ, തമാശ കളിക്കണ്ട, പോവാൻ നോക്കിയാണ്. എന്ത്? എന്നോടാ കളി. ഇതെന്ത് കേട്ടൻ കോരൻ? പണിയെടുത്തതിൻ്റെ കാശില്ല എന്നാ. സോദാ ആരാ? ആ മൊയ്തോ? ആ മൊയ്തു തന്നെ. എന്റെ മൊയ്തോ, നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് കണക്ക് കൂട്ടും. പക്ഷേ ആകെ പ്രശ്നങ്ങളപ്പോ. എന്താ പ്രശ്നം ഇപ്പോ? ഞാനേ ആ. മൊയ്തുവിന് കുറച്ച് പൈസ തരാണ്ടല്ലോ, ആ. അത് തരാൻ വേണ്ടിയിട്ട് ആ ആഞ്ഞിലിമരം അങ്ങോട്ട് വിൽക്കാൻ തീരുമാനിച്ചു. ആ സുമേഷ് എന്നൊരാളെ കൊണ്ട് വരാൻ പറഞ്ഞതാ. അത് കച്ചവടമായി കഴിഞ്ഞാൽ പൈസ എന്ന് നമ്മൾ തമ്മിലുള്ള പിടുത്തം വിടാന്ന് കരുതിയതാ. പക്ഷെ സുമേഷ് ആളെ കൊണ്ട് വന്നില്ല. സുമേഷ് ഒരാളെ കൊണ്ട് ഇവിടെ വന്ന് മരം കണ്ടു പോയിന് ഞാൻ അറിഞ്ഞിക്കണേ. ഇവിടെ ആ ഇവിടെ തന്നെ. അത് മൊയ്തുവിനെ തോന്നിയതാവും. അത് സുഗതായി പൊട്ടുമ്പുള്ളി ഒഴിവാക്ക്. 10,000 രൂപ ഇതിന്റെ അടുത്ത് മേടിച്ചിക്കണേ. സുഗത, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, എനിക്ക് ഈ കായപ്പ കിട്ടും? ഈ മരം വിറ്റ് കഴിഞ്ഞാൽ ആ കാശ് അങ്ങോട്ട് തരും. ഈ മരത്തിന് നിങ്ങൾ എത്ര വില ഇട്ടിക്കണേ? 20 ഉറുപ്പ്യൊക്കെ പറഞ്ഞു, ഒരു 17 ഉറുപ്പ്യ ഇട്ടേ തരും. 17 രൂപ കൊടുക്കൂലേ? പിന്നെ എന്നാ ഒരു പണിയാ, ഒരു 7,000 രൂപ ഞാൻ അങ്ങോട്ട് തരും. ഞാൻ എടുത്തോളാം മരം. പോടാ. ഒലക്കമ്മനെ വർത്താനം പറയുന്നത് ഭാര്യയോട് പറഞ്ഞാൽ കേട്ടോ. അതല്ല, ഈ മരം പോടാണെന്നൊന്ന് പറയ്. മരം പോടാന്ന്? മരം പോടാണ്, അതല്ലേ ആരും എടുക്കാതെ പോയത്. ആ. ഇത്രയും പരിചയമുള്ള മൊയ്തുക്കാക്ക് പിന്നെ ആ മരം കൂടി തന്ന് ഞങ്ങൾ ചതിച്ചെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ? ഞാനിപ്പോ എന്താ മാണ്ടിയ അത് പറഞ്ഞുണ്ടാ? ഞാൻ പറഞ്ഞിട്ട് ബുധനാഴ്ച തരുന്ന്, പറ്റുക വന്ന് മേടിച്ചാൽ മതി. അല്ല, എന്റെ വർത്താനം കേട്ട ഞാൻ അങ്ങോട്ട് കയ്യേറുള്ള മാതിരിയാണല്ലോ. ഇതിപ്പോ എത്രയായാലും ഇപ്പൊ പലരും കാശ് മേടിക്കും കൊടുക്കാറൊക്കെ ആ ഉണ്ടല്ലോ. ശരി, അടുത്ത ബുധനാഴ്ച ഞാൻ വരും. അതായത് 4 ദിവസമുള്ളൂ ഇനി. ഞാൻ ഇവിടെ വരും. കായ് കിട്ടിയില്ലെങ്കിൽ ബയ്യാൻ നോക്ക് സൂടാ. കാണാൻ നമുക്ക്. ആ ഒലക്കമ്മല ആളാവുക. എന്നാ കുറച്ച് പൈസ എന്നൊന്നും കരുതിയിട്ട് എന്താ അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ വലിയ മോലാളിയെന്ന വിചാരം. അല്ല, ഞാൻ നേരമണ്ണൊക്കെ നിന്ന് കഴിഞ്ഞാൽ സുഗതം ചിലപ്പോ വല്ലതും കൊടുക്കും, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, ആ മരം വിറ്റ പൈസ ഒരു 5,000 രൂപ അങ്ങേർക്ക് കൊടുക്കായിരുന്നില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. കാശ് എനിക്ക് ഓരോ ആവശ്യത്തിനാ ഞാൻ കണക്കൂട്ടി വെക്കണതാ. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം കേട്ടാ. അവൻ ആ പൈസ വാങ്ങണ എനിക്കൊന്നും അറിയണല്ലോ. എന്തായാലും സാർ? അല്ല, ഞാനേ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു 3 ലക്ഷം ഉറുപ്യ ഡിപ്പോസിറ്റ് ചെയ്താൽ 2 വർഷം കഴിഞ്ഞാൽ അത് 6 ലക്ഷം ഉറുപ്പ്യായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു സ്കീം എന്തുണ്ട്? ഡബിൾ സ്കീം അതുണ്ടല്ലോ അല്ലേ? അല്ല, എൻ്റെ ഒരു വീടിന്റെ അടുത്തുള്ള ഒരാളാണ് ഉണ്ണി എന്ന് പറഞ്ഞ ആളെ. അയാള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാശ് ഡിപ്പോസിറ്റ് ചെയ്ത കാര്യം എന്നോട് പറയായിരുന്നു. ഉണ്ണിരാജ്? അതെ അതെ, അദ്ദേഹം ഒരു 250 ഇവിടെ ഡെപ്പോസിറ്റ്. അതെ അല്ലേ? ഞാനേ എന്റെ കയ്യില് വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 3 ലക്ഷം ഉറുപ്പ്യ ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൊ അത് ഞാനിവിടെ ഈ സ്കീമില് ഡെപ്പോസിറ്റ് ചെയ്താൽ 2 കൊല്ലം കഴിഞ്ഞ് 6 ലക്ഷമായിട്ട് കിട്ടുമല്ലോ. കിട്ടും.